ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഇത് എപ്പിസോഡ് 31. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക. ആശാണെങ്കിൽ തൻ്റെ പോക്കിമോൻ ജേണിക്ക് വേണ്ടി പാൽടൗൺ വിട്ടുപോയ ശേഷം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചും ചെയ്തു ആഷ് കേജിയും. ഇവരിപ്പോൾ ഏതൊക്കെയൊക്കെ മലൻ്റെ ഇടയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഇവരാണിപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മിസ്റ്റി പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആശ പറയും, എത്രയും വേഗം അവിടെ എത്തിയേ പറ്റൂ, എന്നിട്ട് വേണം എനിക്ക് അവിടുത്തെ ജിം ലീഡറെ പരാജയപ്പെടുത്താൻ. ജിമ്മിലേക്കാണെങ്കിൽ വളരെ ദൂരമുണ്ട്. എവിടെയാണ്? ഈ മലന്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് മലകളുണ്ട്. ഈ കാണുന്ന ഏതോ മലന്റെ അപ്പുറത്താണ് ജിമ്മില്ലത്. അത് മാത്രമേ ബ്രോക്കിന് അറിയുകയുള്ളൂ. ഈ വഴിയിലൂടെ പോകേണ്ടി തോന്നുന്നു. അല്ല, ആ വഴി അതോ ഈ വഴി ആണോ? എല്ലാ സൈഡിലും മലകളാണല്ലോ ഇല്ലത് എന്ന് പറയും ബ്രോക്ക്. അങ്ങനെ ബ്രോക്കിന് ദേഷ്യമാകും. അപ്പോൾ നീ പറയുന്നത് നമ്മൾ വീണ്ടും പെട്ടുപോയി എന്നാണോ? ഇത് കണ്ടിട്ട് ഒരു റോഡ് പോലെയുണ്ടല്ലോ. അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്, ഡിഗ് ദോസ് ഡിഗ്ലെറ്റ്. പിന്നെ കാണിക്കുന്നതാണെങ്കിൽ ടീം റോക്കറ്റിനാണ്. അവരാണെങ്കിൽ വളരെ ആസ്വദിച്ച് കുറച്ച് ചൈനീസ് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നത്. അത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നാൽ ടീം റോക്കറ്റിനാണെങ്കിൽ ആ ഭക്ഷണം മര്യാദയ്ക്കൊന്ന് കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ആശം കൂട്ടരാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കും എന്താണ് അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ടീം റോക്കറ്റും അങ്ങോട്ട് പോയി നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിലൂടെയാണെങ്കിൽ ഒരുപാട് ലോറികൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ലോറികൾ. പെട്ടെന്ന് ആ വണ്ടികളൊക്കെ ആകെ ക്രാഷ് ആകുന്നത്. അങ്ങനെ ചെയ്തതാണെങ്കിൽ ഡിഗ്ലെറ്റ് എന്നൊരു പോക്കിമോനാണ്. അവിടെയുള്ള ഒരു ലോറിയിൽ നിന്നൊരാൾ ഇറങ്ങി വന്ന് ആകെ സങ്കടപ്പെടും. ഡിഗ്ലെറ്റിന്റെ എല്ലാതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മര്യാദയ്ക്ക് ഡാമിന്റെ പണി ചെയ്യാൻ കൂടി സമ്മതിക്കുന്നില്ല ഞങ്ങളെ. അപ്പോഴാണ് ആശ ഡിഗ്ലെറ്റിനെ കുറിച്ച് പോക്കി ടാക്സിൽ നോക്കുക. ഇത് നീങ്ങിക്കൊണ്ടിരിക്കുക അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇതിന് ട്രാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടൊക്കെ ഇതിനെ കണ്ടുപിടിക്കാൻ പാടാണ്. ഈ ഡിഗ്ലെറ്റ് കാരണം ഞങ്ങൾക്ക് ഇവരെ ഞങ്ങളുടെ ഡ്രീമായ ഗൈവ ഡാമിന്റെ പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗൈവ ഡാം ഇതവിടെയാണത്. ഈ വളർച്ചയ്ക്കൊക്കെ വേണ്ടി ഞങ്ങളൊരു തീരുമാനമെടുത്തു. പുറത്തുള്ള പോക്കിമോൺ ട്രെയിനേഴ്സിനെ വിളിച്ച് ഇവിടെയുള്ള ഡിഗ്ലെറ്റിനെ പിടിക്കുക. അത് യഥാർത്ഥ പോക്കിമോൺ ട്രെയിനറും കുഴപ്പമില്ല, അത് പോക്കിമോൺ ട്രെയിനർ അല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ ഡിഗ്ലെറ്റിനെ പിടിച്ചു തന്നാൽ മതി. അങ്ങനെ പിടിച്ചു തന്നാൽ അതിന് സമ്മാനവും കിട്ടും. 6 രാത്രിയും 7 പകലും നിങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയ ഗൈവിയ ഹോട്ട് സ്പ്രിംഗിങ് റിസോർട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സർവീസ് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഓ, അങ്ങനെയാണെങ്കിൽ പോക്കിമോൺ ട്രെയിനേഴ്സിന്റെ ആ സ്കൂളിലേക്ക് നിന്നെയും ഉൾപ്പെടുത്താം. ഇതാ ആദ്യത്തെ പോക്കിമോൺ ട്രെയിനേഴ്സ് എത്തിക്കഴിഞ്ഞു. ബസ്സിലും കുറെ പേരുണ്ട്. ഇത് ഗാരിയല്ലേ? ഇവനെ ഞാൻ എവിടെ കണ്ടു? ഇത് പാൽടൗണിലെ കുട്ടിയാശല്ലേ? നീ എന്താണ് ഇവിടെ ചെയ്യുന്ന ചോദിക്കും ഗാരി ആശനോട്. അങ്ങനെ ഗാരി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗാരിയെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കും. ഞാനാണ് നമ്പർ 1 പോക്കിമോൺ ട്രെയിനർ. നീയാണെങ്കിൽ 4ാമതാണ്. ഞാൻ 4ഓ? ഞാൻ നിന്നേക്കാൾ മികച്ചതാണ്. അതെ, നീ 4ാമതാണ്. നീ വീട്ടിൽ നിന്ന് പോകുന്നത് പോക്കിമോൺ ട്രെയിനർ ആവാൻ വേണ്ടി. പക്ഷെ നീ ട്രെയിനറെ നോക്കുകയാണെങ്കിൽ നീ ഒരു മണ്ടനാണ്. ആഷ്, നീ നല്ല രീതിയിൽ പോക്കിമോനെ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഗാരി. അതെ ഉണ്ട്, നിനക്ക് കാണണോ? വേണ്ട. പിന്നെ ബ്രോക്കാണെങ്കിൽ ഗാരിന്റെ ഫാൻസിനെ കണ്ട് കുറച്ച് കോയിത്തരൊക്കെ കാണിക്കും. നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഡിഗ്ലെറ്റിനെ പിടിക്കാനല്ലേ? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഗാരി ഓക്കാണ്. ഇത് തീർക്കും. ഡിഗ്ലെറ്റിനെ നമ്മൾ ഇവിടുന്ന് ഓടിക്കും. ടീം റോക്കറ്റിന്റെ പ്ലാനും അത് തന്നെയാണ്. ഡിഗ്ലെറ്റിനെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ സ്പ്രിംഗ് റിസോർട്ടിലേക്ക് ടീം റോക്കറ്റിന് പോകാൻ പറ്റും, റെസ്റ്റ് എടുക്കാൻ. ഹലോ, ഒരുപാട് ടാലന്റ് ഇല്ലേ പോക്കിമോൺ ട്രെയിനേഴ്സ്? നിങ്ങൾ നിങ്ങളുടെ പോക്കിമോൺ ജേണി നിർത്തിവെച്ച് എന്നെ സഹായിക്കാൻ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഒന്നിച്ചു നിന്ന് ഡിഗ്ലെറ്റിനെ ഇവിടുന്ന് ഓടിപ്പിക്കണം. ടീം റോക്കറ്റ് ആണെങ്കിൽ അവിടെയുള്ള എല്ലാ പോക്കിമോൺ ട്രെയിനേഴ്സിൻ്റെയും പോക്കിബോൾ തട്ടിയെടുക്കാനുള്ള പ്ലാനുമുണ്ട്. പക്ഷേ അവരുടെ കയ്യിലെങ്കിൽ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ പോക്കിമോൺസ് ഒന്നുമില്ല. അവരുടെ കയ്യിലുള്ളതാണെങ്കിൽ എക്കിൻസും കൊഫ്ലിങ്ങുമാണ്. അങ്ങനെ ഡിഗ്ലെറ്റ് വീണ്ടും വരും. പോക്കിബോളൊരു ഗേരിയാണ് ഡിഗ്ലെറ്റിനെ നേരിടും. പക്ഷെ ആ പോക്കിമോൻ പുറത്തോട്ട് വരില്ല, എന്തുകൊണ്ടെന്നറിയില്ല. ഡിഗ്ലെറ്റ് ആണെങ്കിൽ ആ പോക്കിബോൾ ഗേരിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. ഗേരിയാണെങ്കിൽ വീണ്ടും പോക്കിബോൾ എറിയിച്ച് വീണ്ടും പോക്കിമോൻ വരില്ല. പിന്നെ ഗേരിയാണെങ്കിൽ ഗേരിന്റെ കയ്യിൽ എല്ലാ പോക്കിബോളും എടുത്ത് എറിയും. അവിടെയുള്ള എല്ലാവരും പോക്കിബോൾസ് എടുത്ത് എറിയും. ഡിഗ്ലെറ്റ് ആണെങ്കിൽ ആ പോക്കിബോൾസ് ഒക്കെ അതായത് ട്രെയിനേഴ്സിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കും. അപ്പോഴായിരിക്കും ആശും അതിലേക്ക് പോക്കിബോൾ എടുത്തെറിയാൻ നിൽക്കുക. ആശു അങ്ങനെ പോക്കിബോൾ എടുത്തെറിയും, പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പോക്കിമോൺസ് ഒക്കെ എന്താ ബാറ്റിൽ ചെയ്യാത്തെന്ന് മനസ്സിലായി. എന്തോ ചെറിയ കാരണമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പോക്കിമോൺസ് ഒന്നും ഡിഗ്ലെറ്റിനോട് ബാറ്റിൽ ചെയ്യാത്തത്. ഡിഗ്ലെറ്റ് ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ്, ലൈറ്റിൻ്റെ അത്രയും ഫാസ്റ്റാണ്. ഏതായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. കാരണം ഇവിടെയുള്ള ഒരുത്തൻ്റെ പോക്കിമോൻ പോലും ഡിഗ്ലെറ്റിനോട് ബാറ്റിൽ ചെയ്യാൻ തയ്യാറല്ല. എന്താന്ന് കാരണവും അറിയില്ല.
അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്കെന്റെ പോക്കിമോൻ ജേണി തുടരണം. അങ്ങനെ പറഞ്ഞ് ഗേരി അവിടുന്ന് പോകും. ഇവർ ചൂടുവെള്ളത്തിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിക്കാച്ചു ആ കാഴ്ച കാണുക. ടീം റോക്കറ്റ് ആണെങ്കിൽ തന്റെ പോക്കിമോൻസിനെ കയ്യിൽ പിടിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബോൾ വാങ്ങാൻ വേണ്ടി. അപ്പോഴായിരിക്കും അവരുടെ പോക്കിമോൻ പെട്ടെന്ന് ഈ ബോൾ വൈമാറും. എന്നാൽ ആശും കൂട്ടുകാരും ഈ ഡിഗ്ലേറ്റ് എവിടേക്കാണ് പോകുന്നത് നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തും. അവിടെ ആണെങ്കിൽ ഡിഗ്ലേറ്റിന്റെ ഈ ബോൾ ഫോമ ട്രിയോ ഒക്കെ ഉണ്ട്. അവരാണെങ്കിൽ ഓരോ മരത്തിന്റെ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. നോക്ക് പറയും, എനിക്ക് തോന്നുന്നു ഇതാണ് അവരുടെ വീട് എന്ന്. അവരാണെങ്കിൽ ഇവിടെ മൊത്തം നല്ല ഭംഗിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മിസ്റ്റി പറയും, അവർ ഈ ഭൂമി മൊത്തം ഗാർഡനെ പോലെ ആക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ഡാമിന്റെ പണി പൂർത്തിയാക്കിയാൽ ഈ കാടും ഈ മലയും പൂർണ്ണമായി വെള്ളത്തിന്റെ അടിയിലാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ബ്രോക്ക് പറയും, നമ്മുടെ പോക്കിമോൺസ് ഒക്കെ അത് മനസ്സിലാക്കിയിരുന്നു നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്. അതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ പോക്കിമോൺസ് പുറത്തോട്ട് വരാത്ത പോക്കിബോളിൽ നിന്ന് എന്ന് പറയും മിസ്റ്റി. നമുക്ക് പോക്കിമോണിന്റെ വയിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു, എനിക്ക് ഡാം പണിയണ്ട. അപ്പോഴായിരിക്കും അങ്ങോട്ട് ടീം റോക്കറ്റ് വരിക. ആശി പറയും, ഞങ്ങൾക്ക് നിങ്ങളോട് ബാറ്റിൽ ചെയ്യാൻ പറ്റിയ മൂഡിലല്ല ഇപ്പോൾ, പക്ഷെ ഞങ്ങൾ നിങ്ങളോട് ബാറ്റിൽ ചെയ്യാൻ പറ്റിയ മൂഡിലാണ്. അപ്പോഴാണ് അവരുടെ പോക്കിമോൺസിനെ കാണിക്കുന്നത് എക്കിൻസി ബോളുവായി അർബോക്കായി മാറിയിട്ടുണ്ട്. ഇന്നലെ കൊഫ്ലിംഗ് ബോളുവായി വീസിംഗ് ആയി മാറിയിട്ടുണ്ട്. ആശാണെങ്കിൽ ചെർമാൻഡറിനെയും സ്കോയിട്ടിലിനെയും അതുപോലെ ബൾബസറിനെയും മറക്കും. ഈ ഫൈറ്റിന്റെ ഇടയിലായിരിക്കും ആർബോക്ക് കുഴിച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുക. അതിനെ പിന്തുടർന്ന് വീസിംഗും പോയിട്ടുണ്ടാകും. പെട്ടെന്നാണ് ആർബോക്കിനും വീസിംഗിനും ഡിഫീറ്റ് ചെയ്ത് പുറത്തോട്ട് തള്ളിയിടുകാരോ. ആണെങ്കിൽ ട്രിയോയും അതുപോലെ ഡിഗ്ലേറ്റും ഒക്കെ ആയിരുന്നു. ഡിഗ്ലേറ്റും ട്രിയോ ആണെങ്കിൽ ടീം റോക്കറ്റിനെ എടുത്തുകൊണ്ടുപോയി ആ ഡാം അങ്ങ് തകർക്കും. അവർ ഇതുപോലൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അവരെന്താ എത്രയായിട്ടും പാഠം പഠിക്കാത്തെ? അവർ എന്നെ പോലെയല്ല. ഞാൻ എന്തായാലും എൻ്റെ പാഠം പഠിക്കും. അങ്ങനെയാണ് എപ്പിസോഡ് 31 അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.